അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റിനെയും ഒരു സ്വലാത്തിനെയും കുറിച്ചിട്ടാണ്. എല്ലാവരുടെയും സ്നേഹം ലഭിക്കാനും അംഗീകാരം ലഭിക്കാനും എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടാൻ ഈ ദിക്ർ പതിവാക്കിയാൽ മതി. ഭർത്താവ്, ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ, കുടുംബാംഗങ്ങൾ, ഹലാലായ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ദിക്റും ആയത്തും ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. നിങ്ങളെ ആരും പരിഗണിക്കുന്നില്ലേ? നിങ്ങളെ ആരും ബഹുമാനിക്കുന്നില്ലേ? നിങ്ങളുടെ വാക്കിന് വില തരുന്നില്ലേ? വെറുപ്പോടെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വല്ലാതെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു ദിക്ർ ഇതാ. അള്ളാഹു വിചാരിച്ചാൽ ആരുടെ മനസ്സും മാറ്റാൻ പറ്റും. നിങ്ങളോട് ഒരു തരി പോലും ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും ശരി, വളരെ ഉപകാരമുള്ള ഒരു ദിക്റാണ് ഇത്. അള്ളാഹു വിചാരിച്ചാൽ അവർ നമ്മെ സ്നേഹിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇത്രയധികം ഫലമുള്ള ആയത്തും ദിക്റും ഏതാണെന്ന് അറിയണ്ടേ? അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. അതിൽ 48ാമത്തെ നാമം യാ വദൂദ് യാ അല്ലാഹ്. മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇത്. ജനങ്ങളുടെ സ്നേഹം മാത്രമല്ല, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനും ഈ ദിക്ർ പതിവാക്കിയാൽ മതി. നല്ല കാര്യങ്ങൾ ചെയ്യാൻ മടി തോന്നിയാൽ ഈ ദിക്ർ ചൊല്ലിയാൽ അത് ചെയ്യാൻ ഉത്സാഹം ലഭിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ മടി തോന്നുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലുക. ആ മടി ഒക്കെ മാറുന്നതാണ്. ചെയ്യാൻ പോകുന്ന കാര്യം ഞങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ ദിക്ർ 20 തവണ ചൊല്ലേണ്ടതാണ്. ഈ ദിക്ർ ചൊല്ലിയതിനു ശേഷം പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തും കൂടി ഓതുക. സൂറത്തുൽ ബഖറയിലെ 165ാമത്തെ ആയത്താണ് നാം ഓതേണ്ടത്. 11 തവണ നമ്മൾ ഓതുക. ഏതെങ്കിലും നിസ്കാര ശേഷമോ ഈ ആയത്ത് ഓതുക. എല്ലാവരുടെ സ്നേഹം ലഭിക്കാനും എല്ലാവരും നല്ല രീതിയിൽ പെരുമാറാനും ഈ ആയത്ത് ഓതുക ഇൻഷാ അല്ലാഹ്.